തലയോ തലേ 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 ഇവിടെ എവിടെ പോയത്? വെല്ലും ബ്രേക്കില്ലാതാണോ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നത്? സിസ്റ്ററെ, പെങ്ങളെ, കൊടപ്പെങ്ങളെ, പെങ്ങളെ. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ശങ്കുണ്ണ പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ? താങ്ക് ഗോഡ്. ഇനി കുട്ടിയുടെ കണ്ണിന് യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. 2 ദിവസം കൂടെ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ഞാൻ വരട്ടെ. വരുമെന്നറിയായിരുന്നു. ഞാൻ സ്വല്പം താമസിച്ചു പോയി. എന്താ പേര്? പേര് പേര് രാമു എന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളി കേൾക്കും. വേറെന്തേലും പേരുണ്ടോ? ആര് പറഞ്ഞു? ഉണ്ടോ? മുഴുവൻ പേര് രാമകൃഷ്ണപിള്ള. അച്ഛനിട്ട പേരാ, അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ട്. കുട്ടി എന്നെ രാമു എന്നോ രാമേട്ടൻ എന്നോ ഡോക്ടർ എന്നോ വിളിച്ചാൽ മതി. വേറെ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നായിരുന്നോ? പിന്നെ അച്ചു എന്നൊരാൾ വന്ന് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ഞാൻ നാളെ വരാം. കുട്ടിക്ക് കാഴ്ച കിട്ടിയിട്ട് ഇനി പലതും കാണാനില്ല. ഞാൻ കൊണ്ടുപോയി കാണിക്കാം. റൗണ്ട്സിന് പോകാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. എന്തേ ശ്രീയേട്ട വരാഞ്ഞത്? ശ്രീയേട്ടൻ വന്നിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു തുറക്കുകയില്ലായിരുന്നു. പറ്റിച്ചു എന്നില്ലേ? ഇനി വന്നാലും ഞാൻ മിണ്ടില്ല. എന്നാ ശങ്കുണ്ണി മുതലാളി വിവാഹിതനായത്? 1969 ഫെബ്രുവരി 13 ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് 2 മാസമല്ലേ ആയുള്ളൂ. തന്റെ കുഞ്ഞല്ലടോ, ശങ്കുണ്ണി മുതലാളിയുടെ കുഞ്ഞ്. 1971 മെയ് 14 മൂല നക്ഷത്രത്തിൽ. കുഞ്ഞിന്റെ പേര് വിക്രാന്ത്. അണ്ണാൻ കട്ട വികാസ്. വികാസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്ന് അറിയാമോ ശങ്കുണ്ണി മുതലാളിയുടെ ഡയറി ഞാൻ തപ്പിക്കൊണ്ട് വന്നത്? അയാൾ ഇപ്പൊ വരും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനകത്തുള്ളതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്ന്? കുറച്ചു വായിച്ച് പുറങ്ങിപ്പോയി. എടോ, ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥ വേണം. പറഞ്ഞേ, എന്തോന്നാ കുഞ്ഞിന്റെ പേര്? വിക്രാന്ത്. ആ എംബോക്ക് വായ തോന്നിയൊക്കെ എഴുതി വെച്ചാ എനിക്കങ്ങനെ ഓർമ്മ വരും. എടോ, വികാസ്. അടുത്ത ചോദിച്ചോളൂ, പറയാം. ആദ്യം ചെയ്ത തൊഴിൽ കപ്പലണ്ടി കച്ചവടം. അവിടെ നിന്ന് അങ്ങനെ അടിവെച്ച് ഉയരുകയായി. അങ്ങനെ അടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ഉയരണ്ട, ഓരോന്നായിട്ട് പറയണം. അത് പറയാം. പറ്റത്തില്ല. അത് പറഞ്ഞോളാം. കണ്ടോ, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അടിവരയിട്ടാ ശങ്കുണ്ണി മുതലാളി എഴുതിയിരിക്കുന്നത്. അയാള് വരുമ്പോ ഞെട്ടിപ്പിക്കാൻ നമുക്ക് കിട്ടിയ കനകാവസരം താൻ പുറംകാലോണ്ട് തട്ടി എറിഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. അയ്യോ,
ശങ്കുണ്ണി മുതലാളി വരുന്നു. എവിടെ? ദേ, ശ്രദ്ധിച്ചോണം, എന്നെ നാട്ടിക്കരുത്. ഏയ് നാറ്റിക്കില്ല ആകെ നാറിയിരിക്കല്ലേ പിന്നെന്തോ ആരാ മനസ്സിലായില്ലല്ലോ. ആത്മാവ് വന്നു. പ്രൊഫസറുടെ ആത്മാവ് പര്യടനം കഴിഞ്ഞ് വന്നു. ഓ, ആത്മാവും ഭൗതിക ശരീരം അകത്തുണ്ട്. വരൂ. ഓ, വന്നാട്ടെ, വന്നാട്ടെ. ഞാൻ ശങ്കുണ്ണിപ്പിള്ള ഒന്നിങ്ങോട്ട് പറയണ്ട. എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ എന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. 3D പഴയ തൃക്കണ്ണ് നമ്മുടെ പരമശിവന്റെ. പുരാണവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് ഇവിടെ. കപ്പലണ്ടി കച്ചവടത്തിൽ തുടങ്ങിയ ത്യാഗസുരഫലമായ ജീവിതം 1969 ഫെബ്രുവരി 13 വിവാഹിതനായ ശങ്കുണ്ണിപ്പിള്ളയ്ക്ക് 1971 മെയ് 14 ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ലേ? ജനിച്ചു. ആ പൊന്നോമൽ കുഞ്ഞിനെ നിങ്ങൾ വിക്രാന്ത് എന്ന് പേരിട്ടില്ലേ? അല്ല, വികാസ് വികാസ് അതെ. വികാസ്. കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നും തേങ്ങ കച്ചവടത്തേക്ക് ചാടിയ ശേഷം പാട്ടപ്പെടുത്തം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ പണമുണ്ടാക്കിയില്ലേ? അത് ഏതോ ആ. മറ്റുള്ളവർ നിൽക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? കുഴങ്ങില്ല. ഗമസ്തേഷി അകത്തേഷി അകത്തേക്ക് പോകാൻ. അയ്യോ. പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് റോഡുകൾ വെട്ടാൻ കോൺട്രാക്ട് എടുത്തു. സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി. പറ്റിച്ചതല്ല, വഞ്ചിച്ചതാണല്ലേ? ജീവിക്കാൻ അല്ല, വേണ്ടി. ഒന്നും പറയണ്ട. നിങ്ങൾ നാട്ടുപ്രമാണിയായി. കുതികാൽവെട്ടും രാഷ്ട്രീയവും കച്ചവടം ചെയ്ത് നിങ്ങൾ സർക്കാരിന്റെ അണക്കെട്ട് വരെ പൊട്ടിച്ചു. നിങ്ങൾ വരളുകയായിരുന്നു, വളരുകയായിരുന്നു. ആ ഹൗസിംഗ് ബോർഡിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊടുത്ത 7 നില കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ നിങ്ങളുടെ കണ്ടകശനി ആരംഭിക്കാൻ തുടങ്ങി. സിമന്റിന്റെ കുംഭകോണം കാരണമാണ് കെട്ടിടം തകർന്നത്. ആ നിങ്ങൾ കോടതി കയറി, തല്ലുകൊണ്ടു. ഇപ്പോൾ ഈ കാണുന്ന ശരീരം മുഴുവൻ നീരാണല്ലേ? ആ ഒടുവിൽ നിൽക്കക്കല്ലില്ലാതായപ്പോൾ നിങ്ങളുടെ കള്ളക്കളിക്കെല്ലാം കൂട്ടുനിന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. പറയൂ, നിങ്ങൾക്ക് ഭാര്യ വേണോ അതോ ഗവൺമെന്റ് കോൺട്രാക്ടർ ആകണോ? എനിക്ക് ഭാര്യ വേണ്ട. വെരി ഗുഡ്. വരൂ. ഇവിടെ ഇരിക്കാം. ഇതാണ് രാമകൃഷ്ണപിള്ള ഭവനം. ആ ഞാനിപ്പോ വരാം.